അസ്സലാമു അലൈക്കും. അപ്പോൾ എനിക്കിന്ന് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ അതിന് മുമ്പ് പൈസ കിട്ടിയെന്നോ? അതൊന്നും അല്ല കേട്ടോ. അതിനേക്കാളും വലിയ മൂല്യമേറിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു വർഷം മുമ്പാണ് SPM ഹോൾസെയിൽ ഷോപ്പിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടത്. അതൊരു 5-6 മാസമൊക്കെ ആയ സമയത്ത് ഞാനൊരു ദിവസം പർച്ചേസിന് അവിടെ പോയപ്പോൾ അവിടുത്തെ മാനേജരും സ്റ്റാഫും എല്ലാവരും മുതലാളി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ. അടിപൊളിയായിരുന്നേ, സൂപ്പറായിരുന്നേ, നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തോ ഭയങ്കര അതിശയം തോന്നി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഞാൻ കഴിഞ്ഞ ഓണത്തിനാണ് ഈ ചാനൽ തുടങ്ങുന്നതും ആദ്യമായിട്ട് ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഇവർ കാണുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. കാരണം എത്രയോ വീഡിയോസ് വേറെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനലിൽ നിന്ന് ഈ കുഞ്ഞു വീഡിയോ കണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എറണാകുളത്തൊരു അത് ഈ അടുത്ത സമയത്താണ് ഇതും വേറൊരു 2 വീഡിയോസിൽ നിന്നുള്ള കമൻറ്റും ഓണർമാരത് കണ്ടിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നതുമല്ല ഈ അടുത്ത സമയത്തായിരുന്നു കേട്ടോ. അത് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഷോപ്പിച്ചെന്നും പിന്നെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നല്ല നല്ല വർത്താനം കമൻസൊക്കെ അവരെനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ആ ഷോപ്പിലേക്ക് പോവുകയും അവർക്കെല്ലാം വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിലേൻ്റെ കാര്യവും പോയിട്ടുള്ള കാര്യവും അവിടുത്തെ കസ്റ്റമേഴ്സ് ഓൾറെഡി അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ കമൻസും പിന്നെ അങ്ങനെയൊക്കെ അത് കണ്ടിട്ട് കുറേ പേര് അവിടെ ചെന്നതായിട്ടൊക്കെ ഒരുപാട് കമൻസ് പേഴ്സണലിയും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 3 ഷോപ്പിൻ്റെ മുതലാളിമാരിത് കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം എൻ്റെ കുഞ്ഞു ചാനലിൽ ഈ കുഞ്ഞു വീഡിയോ അവർ ശ്രദ്ധിച്ചു. അത് വളരെ വലിയ കാര്യമാണ്. അപ്പം ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടോ ശരിക്കും അവർ അറിഞ്ഞിട്ട് കൂടി ഉണ്ടായിട്ടില്ല ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത കാര്യം. ഞാൻ എടുക്കുന്നതിൻ്റെ പിറകിലെ മുഖ്യ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ വീട്ടിലടങ്ങി ഒതുങ്ങി ഒരു ഫോണിലൊക്കെ നോക്കി നമ്മുടെ കാര്യം നോക്കിയിരുന്നുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. കൊറോണ വന്നതോടെ നമ്മുടെ ഗൾഫ് നാട്ടിലെ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് വാപ്പായാലും ഹസ്ബൻഡായാലും ആങ്ങളായാലും ഒക്കെ നാട്ടിൽ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഒന്ന് വീട്ടുകാർക്കൊരു താങ്ങാവാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു പോയതാണ്. ഇഷ്ടം കൊണ്ടോ ബിസിനസ് ഇഷ്ടമാണെന്നെങ്കിൽ കൂടി അതിനെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. വന്ന് പെട്ടുപോയതാണ് ശരിക്കും. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 4 വർഷത്തിനിടയിൽ സത്യത്തിൽ ഒരാൾ പോലും നമുക്ക് പറഞ്ഞു തരാൻ ശരിക്കും ഉണ്ടായിട്ടില്ല. കുറേ യൂട്യൂബ് എന്നൊക്കെ നോക്കി ഇങ്ങനെ തിരക്കി പിടിച്ചൊക്കെ പോവുമായിരുന്നു. അപ്പോൾ ശരി സത്യം പറയാലോ, ഈ യൂട്യൂബിലെ പകുതി മുക്കാലോളം അവർ കള്ളത്തരമാണ് പറയുന്നത്. കാരണം ഒന്നെങ്കിൽ അവർക്ക് വ്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ ആ കടക്കാർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ ആയിരിക്കും. കാരണം നമ്മളിത് വണ്ടിക്കൂലിയും മുടക്കി വള്ളക്കൂലിയും മെനക്കേടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ ചെന്നിട്ട് പാട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് ഒട്ടുമിക്കപ്പോഴും എനിക്ക് അനുഭവത്തിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഒത്തിരി നമ്മൾ സെർച്ച് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അറിയാവുന്ന ഒരേ ഒരാളുടെ ഒരൊറ്റ ഇതിൽ മതി നമുക്ക്. ആ ഒരാളുടെ പിന്തുണ മാത്രം മതി നമുക്ക് ഈ ഒരു ഫീൽഡിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരാൾ എനിക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ കുടുംബത്തിനൊരു താങ്ങായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങുന്ന ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാനിത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ഉള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു സഹായത്തിന് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനും എടുത്തിടാനും ഒക്കെ വിചാരിച്ചത്. കാരണം അവർക്ക് ഇന്നടുത്ത് പോയാൽ 10 പൈസ അവർക്ക് ലാഭം അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് അവർക്ക് ഒരു കുടുംബം നയിക്കാൻ പറ്റും എന്നുള്ള ചിന്ത ഞാൻ അങ്ങനെയാണ് ഈ അൽഹംദുലില്ലാഹ് ഈ ഒരു നില വരെ എത്തിയത്. ഇതിൻ്റെ ഇടയിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട എന്നായാലും അതിൻ്റെ പ്രതിഫലം കിട്ടും എന്നുള്ളത് സത്യമാണ് കേട്ടോ. അതിനിപ്പം നേരായ മാർഗത്തിൽ. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരുടെ വീഡിയോസ് ജെനുവിനാണെന്ന് തോന്നുവാന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ഇതെടുത്തിട്ട് ഞാൻ ഈ പോയതെല്ലാം സത്യത്തിൽ എൻ്റെ നേരിട്ടുള്ള അനുഭവം കൊണ്ട് അതൊരു ദിവസം 2 ദിവസം ചെന്ന് കയറിയിട്ടുള്ള അനുഭവമൊന്നും അല്ല കേട്ടോ. ഒത്തിരി കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇത്ര വർഷത്തോളമായാലും ഇത്രയും കാലത്തോളം അനുഭവം ഉള്ളതിൻ്റെ പേരിൽ ഞാൻ ഇട്ടതാണ്. കാരണം എനിക്കത്രയും അറിയാവുന്നത് കൊണ്ടാണ്. കാരണം ആർക്കും ഒരു ചതി പറ്റരുതല്ലോ. അതുകൊണ്ടാണ്
ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ സത്യത്തിൽ ഒത്തിരി നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പേഴ്സണലിയും വന്നിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഒരാളെങ്കിൽ ഒരാൾ എന്നെ ശ്രദ്ധിച്ചല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഈ ചാനലുകൊണ്ട് അവർക്ക് ഉപകാരപ്പെട്ടല്ലോ എന്ന് അറിഞ്ഞത് വളരെ സന്തോഷം. എനിക്കത് മതി, വളരെ സന്തോഷം. ഇത് വലിയ വലിയ ചാനലായിട്ട് വലിയ പേരെടുക്കുക അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് നമ്മൾ കഴിയുന്ന സഹായം അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെ വളരെ ഹയറാണ്, വളരെ സന്തോഷമാണ്. അങ്ങനെ വിചാരിച്ച് മാത്രമാണ് ഇനി വീഡിയോ ഇട്ടതും. പിന്നെ ഇങ്ങനെ കമൻറ്റ് കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നിയപ്പോൾ ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അഭിമാനം തോന്നി. അപ്പോൾ യൂട്യൂബിൽ നിന്നല്ല എനിക്ക് അങ്ങനെ ഒരു അഭിമാനം കിട്ടിയത്. ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മൂലയിൽ കളഞ്ഞിരുന്ന ഞാനൊക്കെ ഇന്ന് ഇത്ര പേര് എന്നെ കേട്ടെന്ന് അറിയുമ്പോൾ ശരിക്കും സന്തോഷം, ഒത്തിരി സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, ഒരു ലൈക്കും കമൻറ്റും കൂടെ കൊടുത്തേരെ, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ, പർച്ചേസ് ചെയ്യാനുള്ളവർ പർച്ചേസ് ചെയ്യാനും ഒക്കെ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി ചിലപ്പോൾ ഓണം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വീഡിയോ ഉണ്ടാവുക. കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. എല്ലാത്തിനും ഞാൻ ഒരാൾ ഓടണ്ടായോ, അതുകൊണ്ടാണ്. ഇനിയുണ്ട് കേട്ടോ, കുറേ ഷോപ്പിൻ്റെ വീഡിയോസും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സമയം പോലെ അതൊക്കെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ഓണം.